www.sunniOnlineClass.com. ലോക മലയാളികൾ തങ്ങളുടെ സംഗമ സ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ വണ്ണക്കോട്. പ്രധാന വാർത്തകൾ. TP ചന്ദ്രശേഖരൻ വധം രജീഷുമായി തെളിവെടുപ്പിന് പോലീസ് മുംബൈയിലെത്തി. TP ചന്ദ്രശേഖരൻ വധം അന്വേഷണ സംഘത്തിന് പാരിതോഷികം നൽകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അരീക്കോട് ഇരട്ടക്കൊലപാതകം 4 പേർ കൂടി അറസ്റ്റിലായി. മഹാരാഷ്ട്രയിൽ ബസ് അപകടത്തിൽ 32 തീർത്ഥാടകർ മരിച്ചു. നെയ്യാറ്റിൻകരയിൽ 2ാം തവണയും സെൽവരാജ്. വാർത്തകൾ വിശദമായി. TP ചന്ദ്രശേഖരൻ വധത്തിലെ കൊലയാളി സംഘാംഗം രജീഷുമായി തെളിവെടുപ്പിനായി കേരള പോലീസ് മുംബൈയിലെത്തി. ഷോളാപൂർ ജില്ലയിലെ സാഗോളയിലാണ് ആദ്യ തെളിവെടുപ്പ്. അക്കലൂജിലും രജീഷിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷണ സംഘത്തിന് പാരിതോഷികം നൽകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണെന്ന് ഈ അന്വേഷണത്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിനു ശേഷം അന്വേഷണ സംഘത്തിനുള്ള പാരിതോഷികം പ്രഖ്യാപിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂരിൽ വെച്ച് പറഞ്ഞു. അരീക്കോട് ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് 4 പേർ കൂടി അറസ്റ്റിലായി. അരീക്കോട് സ്വദേശികളായ ഹാനിഷ്, ഫദീൻ, ഫദൻ, അനസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ അനസ് ഒഴികെയുള്ളവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ അബ്ദുൽ അലിയെയും മുഹമ്മദ് ഷെരീഫിനെയും മഞ്ചേരി JFCM കോടതി റിമാൻഡ് ചെയ്തു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗൾഫിലേക്ക് കടന്ന മുഖ്താർ അടക്കം 3 പേരെ കൂടി മാത്രമേ ഇനി പിടികിട്ടാനുള്ളൂവെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. TP വധക്കേസിൽ കൊലയാളികളുടെ ഇന്നോവ കാറിൽ അറബി സ്റ്റിക്കർ പതിക്കാൻ നിർദ്ദേശിച്ചത് മുഹമ്മദ് ഷാഫി എന്ന് മൊഴി. ഉഞ്ചിയത്ത് മുസ്ലിം കുടുംബത്തിന്റെ വിരുന്നിൽ പങ്കെടുക്കാൻ TP വരുമ്പോൾ വധിക്കാനായിരുന്നു പദ്ധതി. വിവാഹ വീടിന്റെ മുന്നിൽ ഏറെ നേരം വാഹനം നിർത്തിയിടുമ്പോൾ സംശയം തോന്നാതിരിക്കാനാണ് കാറിനു പുറകിൽ സ്റ്റിക്കർ പതിച്ചത്. ദൈവ നിശ്ചയപ്രകാരം എന്നർത്ഥമുള്ള മാഷാ അല്ലാ എന്ന അറബി വാക്കാണ് കാറിനു പുറകിലെ സ്റ്റിക്കറിൽ എഴുതിയിരുന്നത്. മുസ്ലിം കുടുംബത്തിന്റെ വിവാഹ വിരുന്നിൽ TP പങ്കെടുക്കാൻ വരുമ്പോൾ വധിക്കാനായിരുന്നു പദ്ധതി. ഈ സമയം വീടിനു മുമ്പിൽ TPയെ കാത്ത് ഏറെ നേരം നിൽക്കുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നാം. ഇതൊഴിവാക്കാൻ തലേന്നു രാത്രി മുഹമ്മദ് ഷാഫി കണ്ടെത്തിയ ആശയമായിരുന്നു അറബി സ്റ്റിക്കർ. ഇസ്ലാം മതവിശ്വാസികളുടെ വാഹനങ്ങളിൽ ഇത്തരം സ്റ്റിക്കറുകൾ പതിക്കാറുണ്ട്. വിവാഹ വീട്ടിൽ വന്ന കാറായിരിക്കുമെന്ന് ആളുകൾ കരുതും. അങ്ങനെയാണ് സ്റ്റിക്കർ പതിച്ചതെന്നാണ് ഷാഫിയുടെ മൊഴി. കൊലയ്ക്ക് ശേഷം വാഹനം ഉപേക്ഷിക്കുന്നതിന് തൊട്ടുമുമ്പാണ് സ്റ്റിക്കർ പതിച്ചതെന്നായിരുന്നു ആദ്യ നിഗമനങ്ങൾ. കൊടിസുനി പ്രതിയായ ഫസൽ വധക്കേസിലും മറ്റൊരു രീതിയിൽ വർഗീയ സംഘർഷത്തിന് കൊലയാളികൾ ശ്രമിച്ചിരുന്നു. TP വധക്കേസിലും ഇതേ കൊലയാളികൾ ഉൾപ്പെട്ടതിനാൽ പോലീസ് ഇത്തരമൊരു സംശയം ഉന്നയിച്ചിരുന്നു. മാത്രവുമല്ല, മതതീവ്രവാദികളാണ് TPയെ കൊന്നതെന്ന് CPMന്റെ ചില നേതാക്കളും ആരോപണം ഉന്നയിച്ചു. പക്ഷേ ഈ ആരോപണങ്ങളൊന്നും ശരിയല്ലെന്നാണ് മുഹമ്മദ് ഷാഫിയുടെ മൊഴി തെളിയിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഒസ്മാനാബാദ് ജില്ലയിൽ ബസ് അപകടത്തിൽ 32 തീർത്ഥാടകർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്ന് അഹമ്മദ് നഗറിലുള്ള ഷിർദി സായിബാബ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 2:40 സംഭവം. പരിക്കേറ്റവരെ അടുത്തുള്ള സോലാപൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ ആന്ധ്ര മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡി അനുശോചനം രേഖപ്പെടുത്തി. ഇടത്തുനിന്ന് UDFിലേക്ക് നീങ്ങിയപ്പോഴും വിജയത്തിന്റെ ഘടനയിൽ നെയ്യാറ്റിൻകര മാറ്റം വരുത്തിയില്ല. കഴിഞ്ഞ തവണ 3 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും LDFിനെ തുണച്ചപ്പോൾ ഇക്കുറി ഇതേ രീതിയിലാണ് UDF വിജയമുറപ്പിച്ചത്.
നെയ്യാറ്റിൻകരയിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി R സെൽവരാജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ R സെൽവരാജ്, താങ്കൾ 6334 വോട്ടുകൾക്കാണ് നെയ്യാറ്റിൻകരയിൽ ലോറൻസിനെ LDFനെയും BJPയെയും പരാജയപ്പെടുത്തിയത്. എന്തു തോന്നുന്നു താങ്കൾക്ക്? എന്താണ് താങ്കളുടെ പ്രതികരണം? ഇത് ചുരുങ്ങിയ കാലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ നടത്തിയ ജനക്ഷേമകരങ്ങളായ ഭരണത്തിന് കിട്ടിയ അംഗീകാരം ആയിട്ടാണ് ഞാൻ ഈ വിജയത്തെ കാണുന്നത്. ശ്രീ സെൽവരാജ്, താങ്കൾ ആദ്യ റൗണ്ടുകളിൽ പിന്നിലായിരുന്നു. പിന്നീടാണ് 2ാം സ്ഥാനവും കഴിഞ്ഞ് 1ാം സ്ഥാനത്തെത്തിയത് പിന്നീടാണ്. എന്തായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്? ടെൻഷൻ ഉണ്ടായിരുന്നോ? ഒരു ടെൻഷനുമില്ല. കാരണം ഈ LDFന് മുൻതൂക്കമുള്ള സ്ഥലങ്ങളിൽ LDF ഒരുപാട് താഴെ പോയി, ഒരുപാട് പുറകോട്ട് പോയി. ടെൻഷൻ ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല. ഏതൊക്കെ മേഖലകളാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് താങ്കൾക്ക് നിർണായകമായത്? കേട്ടില്ല. ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് താങ്കൾക്ക് നിർണായകമായത്? UDFന് അനുകൂലമായ മേഖലകളെല്ലാം തന്നെ അനുകൂലമായി വന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലെ ഏറ്റവും LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ് അതിയന്നൂരും അതുപോലെ തന്നെ പെരുമ്പഴുതൂർ പ്രദേശവും. ഈ 2 പ്രദേശങ്ങളും അതിയന്നൂർ പഞ്ചായത്ത് ഒഴികെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയുടെ പകുതി ഭാഗങ്ങളാണ്. ആ 2 പ്രദേശങ്ങളിലും LDF ഉദ്ദേശിച്ചതിനത്ര വോട്ട് സമാഹരിച്ചിട്ടില്ല, പുറകോട്ട് പോവുകയുണ്ടായി. അപ്പൊ അതിന് കാരണം ഈ LDFന് അനുകൂലമായ വോട്ടുകൾ ഈ മുൻ മന്ത്രി വിജയകുമാർ, CPMന്റെ സംസ്ഥാന നേതാവ് വിജയകുമാർ അതിന്റെ നേതൃത്വത്തിൽ സാമുദായിക സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് BJPക്ക് അനുകൂലമായി മറിച്ചു കൊടുത്തു. അപ്പൊ അത് ഒരു ഘട്ടത്തിൽ BJPയുടെ മുകുന്ദൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇടത്തുനിന്ന് UDFിലേക്ക് നീങ്ങിയപ്പോഴും വിജയത്തിന്റെ ഘടനയിൽ നെയ്യാറ്റിൻകരയിൽ താങ്കൾ മാറ്റം വരുത്തിയില്ല. ഈ വിജയത്തിൽ താങ്കൾക്ക് ആരോടാണ് കടപ്പാട്? കേട്ടില്ല. ഇടതുപക്ഷത്ത് നിന്ന് താങ്കൾ UDFിലേക്ക് നീങ്ങിയപ്പോഴും വിജയത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല. ഈ വിജയത്തിൽ ആരോടാണ് കടപ്പാട്? എനിക്ക് കോൺഗ്രസിനോടും UDFിനോടുമാണ് കടപ്പാട്. ഈ ഒരു വർഷത്തിൽ ചിഹ്നം മാറി മത്സരിച്ചിട്ടും ഇത്രയധികം ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച ജനങ്ങളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ജനങ്ങളെ ഞാന് വിശ്വാസത്തിൽ എടുത്തിരുന്നു, ജനങ്ങൾ എന്നെയും വിശ്വാസത്തിൽ എടുത്തിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം പരസ്പര വിശ്വാസത്തോടുകൂടി ജനങ്ങൾക്ക് എന്നിലുണ്ടായ വിശ്വാസവും അതുപോലെ തന്നെ എനിക്ക് ജനങ്ങളിലുണ്ടായ വിശ്വാസവും പരസ്പരം നിലനിർത്തി പോകാനായി എന്നുള്ളതാണ് വസ്തുത. ശ്രീ R സെൽവരാജ്, ഇത്രയും കാലം LDFന്റെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് പോയ താങ്കൾ ഇനി UDFന്റെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് പോവാനിരിക്കുകയാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു പ്രതീക്ഷയുമില്ല. UDFന്റെ ഒരു പ്രവർത്തകനായി മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായും നന്ദി ശ്രീ R സെൽവരാജ്. അതിലേറെ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരേ നിയമസഭാ കാലത്ത് ഒരേ മണ്ഡലത്തിൽ നിന്ന് 2 തവണ MLA ആകുന്ന ആദ്യത്തെയാളെന്ന ബഹുമതി ഇനി സെൽവരാജിന് സ്വന്തം. ആദ്യ റൗണ്ടുകളിൽ പിന്നിലായിരുന്നെങ്കിലും കാരോട്, ചെങ്കൽ, കുളത്തൂർ പഞ്ചായത്തുകളുടെ പിന്തുണയോടെ സെൽവരാജ് കുതിച്ചു കയറി. പാറശാല മണ്ഡലത്തിലെ നെടിയാംകോട്ട സ്വന്തം വീട്ടിലായിരുന്നു സെൽവരാജ്. ശാസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന സ്ഥാനാർത്ഥിയെ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതിയാവണം അണികളാരും രാവിലെ എത്തിയില്ല. വോട്ടെണ്ണൽ തുടങ്ങിയതോടെ സെൽവരാജ് ടെലിവിഷന് മുന്നിൽ. തുടക്കം 3ാം സ്ഥാനം. പക്ഷേ ശാന്തം ഗംഭീരം എന്ന ഭാവത്തിലായിരുന്നു സെൽവരാജ്. അരമണിക്കൂറിനകം 2ാം സ്ഥാനത്ത്. ചെങ്കൽ പഞ്ചായത്തിലെ 5 ബൂത്തുകൾ ഉൾപ്പെടെ 5ാം റൗണ്ട് എണ്ണിക്കഴിഞ്ഞതോടെ ആദ്യമായി 1ാം സ്ഥാനത്ത്. ലീഡ് വെറും 2 വോട്ട് മാത്രം. എന്നാൽ പഴയ പാറശാല മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചെങ്കലും തിരുപ്പുറവും കാരോടും കുളത്തൂരുമൊക്കെ സെൽവരാജിനൊപ്പം അണിനിരക്കുന്നതാണ് പിന്നീട് കണ്ടത്. ലീഡ് നില കുതിച്ചുയർന്നു. അണികളും ആവേശത്തിലായി.
9ാം റൗണ്ട് പൂർത്തിയായതോടെ സെൽവരാജ് ആർക്കും പിടികൊടുക്കാനാകാത്ത ഉയരത്തിലേക്ക്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. www.sunniOnlineClass.com ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ? സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഖുർആൻ, ഹദീസ്, വിശ്വാസം, കർമ്മശാസ്ത്രം, ആത്മസംസ്കരണം, വാർത്തകൾ, ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക, UK, ഈജിപ്ത്, ഓസ്ട്രേലിയ, സുഡാൻ, ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ, പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും വാർത്തകൾ തുടരുന്നു. പഠന ക്ലാസുകൾ. സംഘടനാ വാർത്തകൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 30 വരെ നടക്കുന്ന ജാഗ്രതാ സമ്മേളനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരംഭിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ സമസ്തയും കീഴ്ഘടകങ്ങളും കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളെ പൊതുസമൂഹത്തിന് കൂടുതൽ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 155 മേഖലാ കേന്ദ്രങ്ങളിൽ ജാഗ്രതാ സമ്മേളനങ്ങൾ ഇതിന്റെ തുടർച്ചയായി നടക്കും. പ്രസ്ഥാനത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ നയ സമീപനവും നിലപാടുകളും തീരുമാനിക്കുന്ന സമ്മേളനത്തിൽ സമസ്ത മുശാവറ അംഗങ്ങൾക്ക് പുറമെ ജില്ലാ ജമിയത്തുൽ ഉലമ ഭാരവാഹികൾ, SYS, SSF, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, SJM, SMA ഘടകങ്ങളുടെ സംസ്ഥാന കൌൺസിലർമാർ പങ്കെടുക്കും. കാലത്ത് 10 മണിക്ക് കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിലെ കാലിക്കറ്റ് ടവറിൽ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയുടെ അധ്യക്ഷതയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് അലി ബാഫക്കി, സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ, സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫക്കി, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ, E. സുലൈമാൻ മുസ്ലിയാർ, AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, NM സാദിഖ് സഖാഫി തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. SYS സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരുന്നു. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ഉച്ചക്ക് 2 മണിക്ക് സമസ്ത സെന്ററിലെ ലീഡേഴ്സ് ചേംബറിൽ ചേരുന്നതാണ്. മുഴുവൻ അംഗങ്ങളും കൃത്യസമയത്ത് സംബന്ധിക്കണമെന്ന് ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അറിയിച്ചു. SYS സംഘടനാ സ്കൂൾ സമിതി നാളെ ചേരും. SYS സംഘടനാ സ്കൂൾ സമിതി കാലത്ത് 9 മണിക്ക് മർക്കസ് കോംപ്ലക്സിലെ കാലിക്കറ്റ് ടവറിൽ ചേരും. മുഴുവൻ അംഗങ്ങളും സംബന്ധിക്കണമെന്ന് കൺവീനർ മുഹമ്മദ് സാദിഖ് വെളിമുക്ക് അറിയിച്ചു. ബുഖാരി ദേവാ കോളേജ് സിൽവർ ജൂബിലി മഹല്ല് പ്രഭാഷണത്തിന് ഇന്ന് തുടക്കമാവും. ബുഖാരി ദേവാ കോളേജിന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി നടക്കുന്ന മഹല്ല് പ്രഭാഷണത്തിന് ഇന്ന് ഊരകം കൂട്ടുമലയിൽ തുടങ്ങും. 25 ഇന കർമ്മ പദ്ധതികളാണ് സിൽവർ ജൂബിലിയുടെ ഭാഗമായി നടക്കുന്നത്. 100 മഹല്ലുകളിൽ പ്രഭാഷണം, 10 പുതിയ പള്ളി ദർസ് സ്ഥാപിക്കൽ, ദേശീയ സെമിനാറുകൾ, ദഅ്വ കോൺഫറൻസ്, സിംബോസിയം, അവാർഡ് ദാനം, സാഹിത്യ മത്സരങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കും. സിൽവർ ജൂബിലി സമാപന സമ്മേളനം 2013 ഫെബ്രുവരി 22, 23, 24, 25 തീയതികളിൽ AR നഗറിൽ നടക്കും. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA സ്റ്റേറ്റ് പ്രവർത്തക സമിതി നാളെ ഉച്ചക്ക് 3 മണിക്ക് സമസ്ത ഇസ്ലാമിക് സെന്ററിൽ ചേരുന്നതാണ്. ബന്ധപ്പെട്ടവർ കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് ജനറൽ സെക്രട്ടറി KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ അറിയിച്ചു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം അഡ്മിനും സുന്നി പ്രവർത്തകനുമായ ഷാജഹാൻ മദീനിയുടെ മാതാവിന്റെ സഹോദരൻ 45 വയസ്സുകാരനായ ത്വാഹ മുഹമ്മദ് ഹനീഫ കഴിഞ്ഞ ദിവസം അബുദാബിയിൽ മരണപ്പെട്ടു. ഹൃദയാഘാതമാണ് മരണകാരണം. കൊല്ലം കൊടക്കൽ സ്വദേശിയായ ത്വാഹ മുഹമ്മദ് ഹനീഫയുടെ ജനാസ സുന്നി പ്രവർത്തകരുടെ സഹായത്തോടെ ഇന്ന് രാവിലെ നാട്ടിലെത്തിച്ചു.
രാവിലെ 7 മണിക്ക് പള്ളിമുക്ക് കൊല്ലൂർ ജുമാ മസ്ജിദിൽ നടന്ന ജനാസ നിസ്കാരത്തിന് ഹൈദുറസ് മുസ്ലിയാർ നേതൃത്വം നൽകി. പരേദിന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാനും പ്രാർത്ഥന നടത്താനും ഹൈദുറസ് മുസ്ലിയാർ അഭ്യർത്ഥിച്ചു. നരിക്കുനി സ്വദേശിയും മദീനയിലെ ICF പ്രവർത്തകനുമായ നരിക്കുനി ലത്തീഫ് കരൾ രോഗം മൂലം എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. കരൾ രോഗം പിടിപെട്ട ലത്തീഫിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് 25 ലക്ഷം രൂപയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കരൾ നൽകാൻ സഹോദരൻ തയ്യാറായെങ്കിലും ശസ്ത്രക്രിയയുടെ ആശങ്കയിലാണ് കുടുംബം. നരിക്കുനി സ്വദേശി മദീനയിലെ ICF പ്രവർത്തകൻ ലത്തീഫിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നേതാക്കൾ അഭ്യർത്ഥിച്ചു. ബ്രിട്ടനിൽ സ്കൂൾ കുട്ടികൾക്ക് പാവാട ധരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. കുട്ടികളിലെ ഈ വസ്ത്രധാരണം ലൈംഗികവൽക്കരിക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് വിലക്ക്. മൗൾട്ടൺ സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികൾക്കാണ് വിലക്ക് ബാധകം. സെപ്റ്റംബർ മുതൽ പാവാട ധരിക്കുന്നതിനെ സ്കൂളുകൾ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. കറുത്ത ഇറക്കം കൂടിയ പാന്റുകളാണ് പാവാടയ്ക്ക് പകരം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. നിയമം പാലിക്കാതെ സ്കൂളിലെത്തുന്ന കുട്ടികളെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കില്ല. ഇവരെ തിരികെ വീട്ടിലേക്ക് അയച്ച് വസ്ത്രം മാറി വന്ന ശേഷമേ ക്ലാസ്സിൽ കയറ്റുവെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. ഇറക്കം കുറഞ്ഞ പാവാടയാണ് മിക്കയിടത്തും സ്കൂൾ യൂണിഫോമായി ധരിക്കുന്നത്. ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. പലപ്പോഴും നൈറ്റ് ക്ലബ്ബുകളെക്കാൾ മോശമായി ക്ലാസ് മുറികൾ മാറുന്നുവെന്നാണ് പരാതി. ഇത് കുട്ടികളുടെ പ്രതിച്ഛായയെ മോശമാക്കുമെന്നതിനാലാണ് നിരോധനം. നിലവിൽ ബ്രിട്ടനിലുള്ള നിയമപ്രകാരം മുട്ടുവരെയോ അതിൽ കൂടുതലോ ഇറക്കമുള്ള പാവാടയാണ് ധരിക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ ഇറക്കപരിധി കുറഞ്ഞുവെന്നാണ് കണ്ടെത്തൽ. 18 കിലോ തൂക്കമുള്ള കുമ്പളങ്ങ കൗതുകമാകുന്നു. ഭീമൻ കുമ്പളങ്ങ തിരൂരങ്ങാടി പന്തപ്പടി തച്ചറപ്പടിക്കൽ അഷ്റഫിന്റെ വീട്ടുവളപ്പിലാണ് ഈ കുമ്പളങ്ങ വിളഞ്ഞത്. 18 കിലോ തൂക്കം വരുന്നതാണിത്. ഈ വള്ളിയിൽ ആദ്യമായി ഉണ്ടായ കുമ്പളങ്ങയും ഇത് തന്നെയാണ്. അവസാനമായി KMIC വാർത്തകൾ. KMICയിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് കരുവാരക്കുണ്ടിൽ നിന്നും പള്ളി ഉദ്ഘാടനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. തത്സമയം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംപ്രേഷണം ചെയ്യും. പരിപാടിയിൽ മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, C മുഹമ്മദ് ഫൈലി, ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി തുടങ്ങി നിരവധി മത, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇന്ത്യൻ സമയം 4 മണിക്ക് നിങ്ങളുടെ സ്വന്തം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബെയിലക്സ് ID-യിലോ KMIC 786 എന്ന നിംബസ് ID-യിലോ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.